ലോകത്തുള്ള ഒരുപാട് മനുഷ്യർ പരസ്പരം ചോദിക്കുന്നൊരു ചോദ്യം ഇന്ന് US കോൺഗ്രസിൽ ഹിയറിങ്ങിനിടെ ചോദിച്ചു. സാറാ ജേക്കബ് എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റ് അംഗമാണ് ലോകത്തുള്ള മനുഷ്യരൊക്കെയും ഒരാളെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമായി ചോദിച്ചത് മറ്റാരെക്കുറിച്ചുമല്ല. ഇന്ന് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും ഏറ്റവും നിന്ദ്യവും നീചവുമായ പ്രവൃത്തിയാൽ അവഹേളിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ് ചോദിച്ചത്. ഒരു പ്രസിഡന്റ് എന്ന കസേരയിൽ ഇരിക്കാനൊക്കെ യോഗ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാകാനുള്ള മാനസിക അവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക രോഗത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നാണ് ചോദിച്ചത്. US കോൺഗ്രസിലെ ഹിയറിങ്ങിനിടയിലാണ് എല്ലാവരും രഹസ്യമായി ചോദിച്ചുകൊണ്ടിരിക്കുകയും പലരും ഒറ്റപ്പെട്ട് ചോദിക്കുകയും ചെയ്ത ചോദ്യം ഒരു വേദിയിൽ ചോദിച്ചത്. ഈ ചോദ്യം ചോദിച്ച അംഗമാകട്ടെ ഈ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തുന്ന പ്രസ്താവനകൾ എത്രത്തോളം മാനവിക വിരുദ്ധവും എത്രത്തോളം അധാർമികവും എത്രത്തോളം ഒരാളിൻ്റെ വളരെ ആരോഗ്യകരമായ മാനസിക പ്രവർത്തനത്തിന് വിഘാതവുമാകുന്നതാണ് അല്ലെങ്കിൽ പരിമിതമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെയും നമ്മുടെ ട്രംപിൻ്റെ ഒക്കച്ചങ്ങായി പീറ്റർ ഹെഗ്സിത്തിനോട് ചോദിച്ചത്. വലിയ നാടകീയ രംഗങ്ങളാണ് അവിടെ ഉണ്ടായത്. ആ ചോദ്യം കേട്ടപാടെ പീറ്റർ ഹെഗ്സിത്ത് ക്ഷുഭിതനായി. ജോ ബൈഡനോട് ഈ ചോദ്യം ചോദിക്കുമോ എന്ന് ചോദിച്ചു. ജോ ബൈഡനോട് ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ജോ ബൈഡന് ശാരീരികമായ അസ്വസ്ഥതകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഈ ഭ്രാന്ത് പിടിച്ച ആൾ കാണിക്കുന്നത് പോലെ അത്രയും ഭ്രാന്തും കൂട്ടക്കൊലകളും വംശഹത്യയ്ക്കുള്ള പ്രേരണയും ഒന്നും നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോഴുള്ള ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ രാജ്യങ്ങളെ ആക്രമിക്കുക, ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപനെ അയാളുടെ കൊട്ടാരത്തിൽ നിന്നും പിടിച്ചു വലിച്ച് പരസ്യമായി കൊണ്ടുപോവുക, ഇനി അടുത്ത രാജ്യത്തെ കീഴ്പ്പെടുത്തുമെന്ന് പറയുക, എല്ലാ രാജ്യത്തിൻ്റെയും മേളിലുള്ളത് ഞാനാണെന്ന് പറയുക, ഒരു സംസ്കാരത്തെ മുഴുവൻ തുടച്ചു നീക്കുമെന്ന് പറയുക, പിന്നെ തിരിച്ചും മറിച്ചും ആക്രമിക്കുമെന്ന് പറയും, ഡീല എന്ന് പറയും, അത് കഴിഞ്ഞ് പിന്നെ ഹോർമിസ് തുറക്കുമെന്ന് പറയും, പിന്നെ പറയും തുറക്കാൻ എൻ്റെ സഹായം ഇറാൻ തേടി എന്ന് പറയും എന്നൊക്കെ പറയുന്നത് പോലെ യാതൊരു മാനസിക സ്ഥിരതയുമില്ലാത്ത ഈ പ്രസ്താവനകൾ കണ്ടാണ് സാറാ ജേക്കബ് എന്ന് പറയുന്ന ഈ ഡെമോക്രാറ്റ് അംഗം US-ൻ്റെ ഹിയറിങ്ങിനിടയിൽ ചോദിച്ചത്. കാരണം ഈ ആൾ കാണിക്കുന്ന പ്രവൃത്തി കൊണ്ടാണ് താനിത് ചോദിക്കുന്നതെന്നായിരുന്നു മറുപടി. അദ്ദേഹം മാനസികമായി ഫിറ്റാണോ, ലെവലുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ പിരി പോയി നിൽക്കുകയാണോ, കിളി പോയി നിൽക്കുകയാണോ? അങ്ങനെ പിരിയോ കിളിയോ പോയെങ്കിൽ പിന്നെ ബാക്കി ഏത് പദവി കൊടുത്താലും, സർവ്വസൈന്യാധിപൻ്റെ പദവി കൊടുത്താൽ അത് ഒട്ടും ശരിയാകില്ല. വന്ന വാർത്ത കറക്റ്റാണെങ്കിൽ ട്രംപിനെ വൈറ്റ് ഹൗസിൽ നിന്നും പെൻറ്റഗൺ ഓഫീസിൽ നിന്നൊക്കെ തള്ളി പുറത്തേക്ക് ഇറക്കിയെന്നും ഇതിൻ്റെ പാസ്വേഡ് ഈ സൈനിക മേധാവിയോട് ചോദിച്ചുവെന്നും സൈനിക മേധാവി നൽകിയില്ലെന്നും ആറ്റം ബോംബിൻ്റെ പാസ്വേഡ് ഇയാളുടെ മാനസികാവസ്ഥയ്ക്ക് നൽകാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ വന്നതാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആൾ ഒരു രാജ്യം ഭരിക്കുക, എന്നിട്ട് ലോകത്ത് നീതി നടപ്പിലാക്കുക. എന്ത് ഭ്രാന്താണോ എന്തോ.